പ്രളയം. ഇനി നോഹ നിർമ്മിച്ച പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിച്ചത് 8 പേരാണ്. നോഹയും ഭാര്യയും, നോഹയുടെ മക്കളും അവരുടെ ഭാര്യമാരും, പിന്നീട് മൃഗങ്ങളും. നോഹയുടെ പെട്ടകത്തിലൂടെ രക്ഷ പ്രാപിക്കുന്ന നോഹയും കുടുംബവും ഈ 8 പേർ വിശുദ്ധ പത്രോസ്ലീഹായുടെ വ്യാഖ്യാനമനുസരിച്ച് മാമോദീസായിലൂടെ രക്ഷ പ്രാപിക്കുന്ന പുതിയ നിയമ ജനതയുടെ പ്രതീകമാണ്. ദൈവം സഭയാകുന്ന പെട്ടകത്തിലൂടെ, ജ്ഞാനസ്നാന ജലത്തിലൂടെ, മാമോദീസായിലൂടെ നമ്മെ രക്ഷിക്കുന്നതിൻ്റെ അടയാളമാണ് നോഹയുടെ കാലത്ത് സംഭവിച്ച പ്രളയം. മാത്രമല്ല, കുഞ്ഞുങ്ങൾക്ക് മാമോദീസ കൊടുക്കുന്ന, ജ്ഞാനസ്നാനം കൊടുക്കുന്ന പതിവ് സഭയിലുണ്ട്. കുഞ്ഞുങ്ങൾക്ക് ജ്ഞാനസ്നാനം കൊടുക്കുമ്പോൾ അതിനെതിരെ ഉന്നയിക്കപ്പെടുന്ന ഏറ്റവും വലിയ ആരോപണം, കുട്ടികൾക്ക് വിശ്വാസമില്ല, കുഞ്ഞുങ്ങൾ വിശ്വസിക്കുന്നില്ല, അവർക്ക് വിശ്വസിക്കാനുള്ള പ്രായമായിട്ടില്ല, അവർക്ക് പകരം എങ്ങനെയാണ് മാതാപിതാക്കന്മാരും ജ്ഞാനസ്നാന മാതാപിതാക്കന്മാരും വിശ്വസിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ്. കൃത്യമായൊരു ഉത്തരം നോഹയുടെ സംഭവത്തിലുണ്ട്. സത്യത്തിൽ പ്രളയം വരുമെന്ന് വിശ്വസിച്ചതും പെട്ടകം പണിതതും പെട്ടകത്തിലേക്ക് ഭാര്യയും മക്കളെയും അവരുടെ ഭാര്യമാരെയും കയറ്റുന്നതും മൃഗങ്ങളെ കയറ്റുന്നതും എല്ലാം നോഹ എന്ന ഒരൊറ്റ മനുഷ്യൻ്റെ വിശ്വാസത്തിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ നോഹയുടെ വിശ്വാസം കൊണ്ടാണ് പെട്ടകത്തിലൂടെ ഈ 8 പേർ രക്ഷ പ്രാപിക്കുന്നത്. ഇത് തന്നെയാണ് ജ്ഞാനസ്നാനവും. ജ്ഞാനസ്നാന മാതാപിതാക്കളുടെയും അല്ലെങ്കിൽ സഭയുടെ വിശ്വാസം കൊണ്ടാണ് മാമോദീസ എന്ന കൂദാശയിലൂടെ രക്ഷയുടെ ആരംഭം ഒരു കുഞ്ഞിലേക്ക് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഇത് ഇൻഫന്റ് ബാപ്റ്റിസത്തിന് വളരെ സാധുവായ ഒരു വചന അടിത്തറ കൂടിയാണ്. ഇനി